ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് പോയി പഠിക്കുന്നവർക്ക് അവിടെ ജോലി ചെയ്യാനോ താമസിക്കാനോ കഴിയുന്നില്ലേ? ഇത് ജെൻസിന്റെ ഇടയിൽ ട്രെൻഡാണോ? അതോ ഇന്ത്യൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്പനികൾ വളരെ കുറഞ്ഞ ശമ്പളമാണോ നൽകുന്നത്? അതോ അന്താരാഷ്ട്ര തലത്തിൽ പരിചയം നേടുന്നതിനു വേണ്ടിയാണോ അവർ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി പഠിക്കുന്നത്? ഇന്ത്യയിൽ ഓരോ വർഷവും 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് 30 മുതൽ 40 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് വേർത്താണോ? 2013 ഇന്ത്യയുടെ വിദേശ വിദ്യാഭ്യാസ ചെലവ് ലോകത്തിലെ ഏറ്റവും ഉയർന്നതായിരുന്നു, $60 ബില്യൺ. ലോകമെമ്പാടും വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ 20% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 2013 മൊത്തം 13 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഈ എണ്ണം 70% വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ 61% വിദ്യാർത്ഥികളും ഇനി പറയുന്ന രാജ്യങ്ങളിലേക്കാണ് പോയത്. കാനഡയിൽ 3 ലക്ഷം വിദ്യാർത്ഥികളും, USA-ൽ ഏകദേശം 1.5 ലക്ഷം വിദ്യാർത്ഥികളും, UK-ൽ 1.3 ലക്ഷം വിദ്യാർത്ഥികളും, ഓസ്ട്രേലിയയിൽ 80,000-ഓളം വിദ്യാർത്ഥികളുമാണ് പോയത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നും 30% ആളുകൾ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഗോവ പോലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് പോലും 5% ആളുകൾ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയും ആവറേജ് 32 ലക്ഷം രൂപ ഓരോ വർഷവും ഇതിനായി ചെലവഴിക്കുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ ഇന്ത്യക്കാർ ഇത്രയും വലിയ തുക നൽകുന്നതെന്തിനാണ്? ഇന്ത്യയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇല്ലേ? ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുവാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ 2 തരം കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് Tier 1 IIT-കളും IIM-കളുമാണ് അതിൽപ്പെടുന്നത്. 2 മറ്റ് പ്രൈവറ്റ് കോളേജുകളാണ്. പക്ഷേ അവ അതേ ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നില്ല. ഇവിടെ മിഡിൽ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ഒന്നുകിൽ അവർ നീറ്റ് പോലുള്ള ബുദ്ധിമുട്ടുള്ള പരീക്ഷകളിൽ വിജയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ ധാരാളം പണം ചെലവഴിച്ച് പഠിക്കാൻ പോകേണ്ടി വരും. ഇതിൽ സെക്കൻഡ് മേജർ ഫാക്ടർ ജോലി സാധ്യതകളും ശമ്പളവുമാണ്. കഴിഞ്ഞ 20 വർഷമായി ഇതാണ് ട്രെൻഡ്. ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡൊമസ്റ്റിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ വാല്യൂ ഉണ്ട്. കാരണം ഫോറിൻ സ്കൂൾസ് പോലുള്ള മത്സരാന്തരീക്ഷത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രം നിയമിക്കാനാണ് കമ്പനികൾ ആഗ്രഹിക്കുന്നത്. വിദേശ സർവകലാശാലകളിലെ ചില കോഴ്സുകൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നതെന്തും നിങ്ങൾക്ക് പ്രാക്ടിക്കലി വർക്കിംഗ് ആകണം എന്ന രീതിയിലാണ്. മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റികളെ പോലെയുള്ള തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല അവിടെയുള്ളത്. വിദേശത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു സംസ്കാരം അനുഭവിക്കുവാൻ കഴിയും. മാത്രമല്ല, സ്കോളർഷിപ്പുകൾ പോലും ലഭിച്ചേക്കാം. എന്നാൽ ഇന്നത്തെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ സിറ്റുവേഷൻ വളരെയധികം മാറിയെന്നും മനസ്സിലാക്കാനാകും. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ രാജ്യങ്ങൾ അവരുടെ വിസ നയങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമെങ്കിലും പഠനം പൂർത്തിയാക്കിയ ശേഷം അവർക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പോലും മിക്ക വിദ്യാർത്ഥികളും ഇപ്പോഴും ഇന്ത്യയിൽ ജോലി അന്വേഷിക്കുകയാണ്. അബദ്ധത്തിൽ ആർക്കെങ്കിലും അവിടെ ജോലി കിട്ടിയാൽ പോലും അവിടെ ജീവിത ചെലവ് വളരെ ഉയർന്നതായിരിക്കും. 1 കോടി രൂപ ശമ്പളം പോലും ഇവിടെ 20 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിക്ക് തുല്യമായിരിക്കും. ഇതിനെ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നാണ് വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് മുംബൈ പോലൊരു നഗരത്തിൽ 1 BH ഫ്ലാറ്റ് വേണമെങ്കിൽ അതിന്റെ വാടക 25,000 രൂപയോളം വരും. ന്യൂയോർക്കിൽ നിങ്ങൾക്ക് സെയിം അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ $3,000, അതായത് ഏകദേശം 2.4 ലക്ഷം രൂപ നൽകണം. അതായത് പെർ മന്തിന് 2.4 ലക്ഷം രൂപ നിങ്ങളുടെ വാടകയ്ക്കായി നൽകേണ്ടി വരും. അതിനാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ US-ൽ പോയി വളരെയധികം പണം സമ്പാദിക്കാം, ജീവിത നിലവാരം മെച്ചപ്പെടുത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുടെയോ ജോലി ചെയ്യുന്ന പ്രൊഫഷണലിന്റെയോ ഷെഡ്യൂൾ പരിശോധിക്കാം. അധിക പണം സമ്പാദിക്കാൻ അവർ അസൈൻമെന്റുകൾ ചെയ്യാറുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയി പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടാകും. ഇന്ത്യയെ പോലെ വീട്ടിലവരെ സഹായിക്കാൻ ആരും കാണില്ല. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യണം, പാത്രങ്ങൾ കഴുകണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, കോളേജും ജോലിയും സ്വയം കൈകാര്യം ചെയ്യണം. കുറച്ചു നാളുകൾക്ക് ശേഷം മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥിക്കും ഹോം സിക്ക് അനുഭവപ്പെടുകയും അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാലും
ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് പലർക്കും ഒരു നിർബന്ധമോ സന്തോഷമോ ഒക്കെയായിരിക്കാം. നിങ്ങൾ ഫോഴ്സ്ഡ് ആണെങ്കിൽ അത് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിന് വളരെ വലിയ വില നൽകേണ്ടി വരും. മാത്രമല്ല, അവിടെ സുരക്ഷയും മറ്റൊരു പ്രധാന പ്രശ്നമാണ്. വിദേശ രാജ്യങ്ങളിൽ തോക്കുകൊണ്ടുള്ള അക്രമങ്ങളുടെ വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട്. റേസിസം മൂലമുള്ള കൊലപാതകങ്ങളും ഒറ്റപ്പെടൽ മൂലമുള്ള ആത്മഹത്യയും അവിടെ പതിവാണ്. US-ഉം കാനഡയും പോലുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ ഉയർന്നതാണ്. അടുത്തിടെ 20 വയസ്സുള്ള ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥിയെ സ്വന്തം റൂംമേറ്റ് കൊലപ്പെടുത്തിയ വാർത്തയും 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ ഫ്ളാറ്റിൽ കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റു മരിച്ചുവെന്ന വാർത്തയും വന്നിരുന്നു. മക്കളെ പഠിക്കാനയച്ച രക്ഷിതാക്കൾ നാളെ അവർ ജീവനോടെ ഉണ്ടാകുമോ എന്ന ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. ഇതിനു പിന്നാലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് മറ്റൊരു തട്ടിപ്പുണ്ടായി. 2023 കനേഡിയൻ ബോർഡർ സെക്യൂരിറ്റി ഏജൻസി 700 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഓഫർ ലെറ്റേഴ്സ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡീപ്പോർട്ടേഷൻ നോട്ടീസസ് നൽകി. ഈ ഓഫർ ലെറ്ററുകൾ അവർക്ക് നൽകിയത് ഒരു ട്രാവൽ ഏജൻസി അല്ലായിരുന്നു. മൈഗ്രേഷൻ എഡ്യൂക്കേഷൻ സർവീസസ് എന്ന വ്യാജേന ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ഫേവറേറ്റ് യൂണിവേഴ്സിറ്റീസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി അത് മുതലെടുത്തു. അതിനാൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കരുത്. കാരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുക എന്നത് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനാൽ നിങ്ങൾ ബിരുദാനന്തര ബിരുദത്തിന് പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എത്ര പണം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് വളരെ പരിമിതമാണ്. പൗരത്വം, ഗ്രീൻ കാർഡ് മുതലായവ ലഭിക്കാൻ വർഷങ്ങളെടുക്കും. അവിടെ ഒരു വീടെടുക്കുന്നതിനും വില കൂടിയ കാർ വാങ്ങുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ നല്ലതോ ചീത്തയോ ആയ രീതിയിൽ മാറ്റിമറിക്കും. നിങ്ങളൊരു വലിയ വായ്പയെടുത്താൽ നിങ്ങൾക്ക് ഉടൻ ജോലി കിട്ടിയില്ലെങ്കിൽ ആ വായ്പയുടെ പലിശ നിരക്ക് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കടം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും ജീവിതത്തെയും സാരമായി ബാധിക്കും. ഈ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഉണ്ടെങ്കിലും സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത്തരം യൂണിവേഴ്സിറ്റികൾ ലോക്കൽ സ്റ്റുഡൻസിനാണ് മുൻഗണന നൽകുന്നത്. അതിനാൽ നിങ്ങളുടെ ചാൻസുകൾ എന്തായാലും കുറവായിരിക്കും. നിങ്ങൾ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക സാഹചര്യം വിലയിരുത്തിയ ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ത്യയിലും നല്ല വിദ്യാഭ്യാസം ലഭിക്കും. ഇന്ത്യയിൽ 23 IIT-കളും 21 IIM-കളും 7 IISER-കളുമുണ്ട്. ഇവയെല്ലാം ലോകമെമ്പാടും പരിഗണിക്കപ്പെടുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളാണ്. ധാരാളം കോമ്പറ്റീഷൻസ് ഉണ്ടാകാം. പക്ഷേ ഔട്ട്സൈഡ് ഓപ്പർച്യൂണിറ്റീസിലും നിങ്ങൾക്ക് ആ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അതിന്റെ മൂല്യം $350 ബില്യൺ വരും. ജീവിതത്തിൽ എല്ലായിടത്തും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. യു ജസ്റ്റ് നീഡ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ എന്നത് പ്രശ്നമല്ല. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ചാനലിലുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. ജയ് ഹിന്ദ്.